വി.ഡി. സതീശനെതിരായ പുനർജനി കേസിൽ പരാതിക്കാരൻ ജെയ്സൺ പാനിക്കുളങ്ങര ഇ.ഡി. ഓഫീസിൽ ഹാജരായി. പണം പിരിച്ചുവെന്ന് വി.ഡി. സതീശൻ സമ്മതിക്കുന്ന വീഡിയോ ഇന്ന് ഹാജരാക്കുമെന്ന് ജെയ്സൺ അറിയിച്ചിരുന്നു. രണ്ടാം തവണയാണ് ജെയ്സന്റെ മൊഴിയെടുക്കുന്നത്. പുനർജനി പദ്ധതി നടപ്പാക്കുന്നതിന് വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതെന്നാണ് പരാതി. എനിക്ക് രേഖാമൂലം നോട്ടീസ് തരാതെയാണ് ഹാജരാകാൻ പറഞ്ഞിരുന്നത് 3 മാസം മുമ്പ്. അന്ന് ഞാൻ കുറേ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള നോട്ടീസ് ഇന്ന് രാവിലെ 10:30 ഹാജരാകാനായിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇനിയും പരമാവധി തെളിവുകൾ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഇന്നത്തെ ഹാജരാകുന്നതിൽ എൻ്റെ ഫോട്ടോ, ID കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ കൂടി കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയതായിട്ട് ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് വി.ഡി. സതീശൻ പൈസ വാങ്ങി എന്ന് സമ്മതിക്കുന്ന പുതിയ വീഡിയോ ഇന്ന് നമ്മൾ ഇ.ഡിക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് ബർമിംഗ്ഹാമിൽ പോയി എന്നും അവിടെ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ആ പൈസ വാങ്ങി എന്ന് സതീശൻ തന്നെ സംസാരിക്കുന്ന വീഡിയോ ആണ് ഇന്ന് പുതുതായിട്ട് നമ്മൾ ഹാജരാക്കാൻ പോകുന്നത്. അപ്പോൾ അത് വീഡിയോ ക്ലിപ്പിങ്സ് കഴിഞ്ഞിട്ട് സമ്മതിച്ചാൽ മാധ്യമങ്ങൾക്ക് തരാം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ AR ചേരുകയാണ്. കൃഷ്ണപ്രിയ, നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. ജെയ്സന്റെ മൊഴിയെടുപ്പ് തുടങ്ങിയോ? എന്താണ് വിശദാംശങ്ങൾ? രുചീഷ്, അതുതന്നെയാണ്. ഇന്ന് രാവിലെയാണ് അല്പം മുമ്പ് പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര, കാത്തിക്കുടം ആക്ഷൻ കൗൺസിൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് ജെയ്സൺ ഇന്ന് ഇ.ഡി. ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. അല്പം മുമ്പായിരുന്നു ഹാജരായത്. മൊഴിയെടുപ്പ് തുടങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ ഈ വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇത്തരത്തിൽ പുനർജനി പദ്ധതിക്കായി വിദേശ പണം സ്വീകരിച്ചു എന്ന് സമ്മതിക്കുന്ന വീഡിയോ ഹാജരാക്കുമെന്നാണ് ജെയ്സൺ പറയുന്നത്. ഇത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനാണ് ഇ.ഡി. ആവശ്യപ്പെട്ടിരുന്നത്. ഇതേ കേസിൽ മെയ് 16-ാം തീയതിയും ജെയ്സനെ ഇ.ഡി. ഓഫീസിൽ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് ഇതുപോലെ മൊഴിയെടുത്തിരുന്നു. അതുകൂടാതെ തന്നെ കൂടുതൽ തെളിവുകളും അന്ന് ജെയ്സൺ ഹാജരാക്കിയിരുന്നു. ഇത്തരത്തിൽ വി.ഡി. സതീശന് വിദേശ പണം സ്വീകരിക്കാൻ അനുമതിയില്ല എന്ന് കാണിക്കുന്ന വിവരാവകാശ രേഖ, അതുപോലെ തന്നെ CBI വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള CBI പുറത്തുവിട്ട കത്ത് തുടങ്ങിയ വിവിധ രേഖകൾ അന്ന് ജെയ്സൺ ഹാജരാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു നോട്ടീസ് നൽകി ഇപ്പോൾ ഇ.ഡി. ഓഫീസിൽ ഹാജരാകാൻ ജെയ്സനോട് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, 2018-ലെ പ്രളയത്തിന് ശേഷം ദുരിതബാധിതർക്കായി പറവൂർ മണ്ഡലത്തിൽ, വി.ഡി. സതീശന്റെ സ്വന്തം മണ്ഡലത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് പുനർജനി പദ്ധതി. ഇതുപ്രകാരം ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുന്ന ഒരു സംഭവമാണ് ഉള്ളത്. ഈ ഒരു പദ്ധതിക്കായി വിദേശ പണം സ്വീകരിച്ചു, ഫെമ അടക്കമുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശ പണം സ്വീകരിച്ചു എന്നതാണ് ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് ബർമിംഗ്ഹാമിൽ നിന്നടക്കം ഇദ്ദേഹം പണം സ്വീകരിച്ചു. ഇത് പണം സ്വീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പണം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇ.ഡി. ഓഫീസിൽ ഹാജരാക്കുക എന്നാണ് ഇപ്പോൾ ജെയ്സൺ പാനിക്കുളങ്ങര വ്യക്തമാക്കുന്നത്. രുചീഷ്. ശരി കൃഷ്ണപ്രിയ, എന്തായാലും ആ വീഡിയോ ഹാജരാക്കിയത് കൊണ്ട് മാത്രം പ്രതിപക്ഷ നേതാവിനെതിരെ ഗുരുതരമായ ഒരു കുറ്റം ചുമത്താനാകുമെന്ന് കരുതുന്നില്ല. വിദേശ വിനിമയ ചട്ടം ലംഘിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പണം സ്വീകരിച്ചത് മാറുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.